കള്ളു കുപ്പിയിലൊക്കെ അടി അടി വരുന്ന അമ്മനി ഷോപ്പിൽ പോയി വരാം ഗൈസ്. മീനുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നിന്റെ ലെവലിൽ കള്ളു കുടിക്കാൻ വേണ്ടിട്ട് മാങ്ങാടുന്ന ബസ്സിൽ വന്ന് ആ ഒരു ആത്മാർത്ഥത നിങ്ങൾ എല്ലാവരും കാരണം. ഇന്ന് നമ്മ എവിടെ പോകുന്നു ഗൈസ്? മലോ പോകുന്നു ഗൈസ്. മലോ 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 എന്തിനു പോന്നെ? കള്ളു കുടിക്കാൻ. എന്ത് ഷോപ്പ്? തൊടി ഷോപ്പ്. നമുക്ക് തൊടി ഷോപ്പിൽ പോയി വരാം ഗൈസ്. ഇന്ന് അമ്മയുടെ ഫിറ്റ് മൂഡ് കാണാൻ പോകുന്നു. ഓക്കെ, അപ്പൊ നീ എടുക്കണം കേട്ടോ എന്റെ ഫിറ്റ് മൂഡ്. കള്ളു കുടിക്കാൻ വേണ്ടിട്ട് മാങ്ങാടുന്ന ബസ്സിൽ വന്ന് ആ ഒരു ആത്മാർത്ഥത നിങ്ങൾ എല്ലാരും കാണണം. ഇന്നലെ കല്യാണം കഴിഞ്ഞ പെണ്ണ് ആദ്യമായിട്ട് വിരുന്നിന് പോകുന്നത് കള്ളു ഷോപ്പിലേക്ക് വിത്ത് സാരി. അങ്ങനെ പറയുന്നു. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മാലോം കള്ളു ഷോപ്പിലേക്കാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ഞാൻ പോകുന്ന വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ മാത്രമല്ല, എന്റെ പിന്നെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി കാരെല്ലാം ഉണ്ട്. നോക്കൂ ഗൈസ്, ഇന്ന് വലിയമ്മമാർ തിരിച്ചു വിട്ടു പോകുന്നു ഗൈസ്. എന്തെങ്കിലും പറഞ്ഞോ? ബൈ ഗൈസ് എന്ന് പറയും. ബൈ ഗായ്സ്. യെസ് യോ ചാന്തടമ ഫുൾ ഓൺ പവർ. കുഞ്ഞടമ പറയും ബൈ ഗൈസ്. ബൈ ഗൈസ്. യോപ്പ കയ്യപ്പക്ക് അതിനെ കാട്ടി പവർ. പിന്നെ ബാക്കിൽ എന്റെ കുഞ്ഞമ്മ ഇരിക്കുന്നുണ്ട്. ബൈ ഗൈസ്. അയ്യോ, അതിന് പവർ കുറച്ച് കുറച്ചായി. അപ്പൊ വെല്ലുമ്മമാരിന്ന് വീട്ടിൽ പോകുന്നതാണ്. അപ്പം മാലോം പോകുന്ന വഴിക്ക് തന്നെയാണ് വെല്ലുമ്മമാരുടെ വീടും. ഈ വെല്ലുമ്മമാരെന്ന് പറയുന്നത് അമ്മേന്റെ ഇളയമ്മമാരാണ്, അതായത് അമ്മമ്മേന്റെ അനിയത്തിമാർ. അപ്പൊ ഇവര് കല്യാണത്തിന് വേണ്ടിയിട്ട് കല്യാണത്തിന് 2 ദിവസം മുന്നേ വീട്ടിലേക്ക് വന്നതാണ്. അപ്പം അവര് വീട്ടിൽ പോകുന്നത് പറഞ്ഞിട്ട് നമ്മളവരെ തിരിച്ചു കൊണ്ടാക്കാം ഇതുവഴി തന്നെ പോകുന്നത്. നമ്മുടെ വണ്ടിയിൽ ഞാനും അച്ചും കുട്ടും വെല്ലുമ്മമാരും പിന്നെ മുത്തും ഉണ്ട് നമ്മളൊന്നിച്ച് തന്നെ. മുത്തും മുമ്പിലും പോകുന്നുണ്ട്. മുത്തിന്റെ വണ്ടിയിൽ മുത്തും അഞ്ജനയും അമ്മയും എന്റെ അമ്മയും ഉണ്ട്. അപ്പൊ ഈ മാലോത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. മാലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം ഉണ്ട് എന്ന് അറിയാം. അവിടെ കള്ളു ഷോപ്പും ഫേമസ് ആണെന്ന് എനിക്കറിയാം, കാരണം ഫ്രണ്ട്സ് എല്ലാം മുന്നേ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. ആകെ നമ്മൾ വന്നത് 2 ആഴ്ചത്തേക്ക് ലീവിലാണ്. അതിൽ ഒരാഴ്ച കല്യാണം തിരക്കായിട്ട് അങ്ങനെ പോയി. ബാക്കിയുള്ള ഒരാഴ്ച നമുക്ക് മാക്സിമം നമ്മൾ പ്ലാൻ ചെയ്ത സ്ഥലത്തേക്കെല്ലാം പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്ത ഒരു സ്ഥലമാണ് മാലോം കള്ളു ഷോപ്പ്. എനിക്ക് ഇങ്ങോട്ടേക്കുള്ള ശരിക്കും റൂട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ കുണ്ടംകുഴി കുറ്റിക്കോല് വഴി കുടുംബൂർ പാലം വഴി ആടുന്ന് മാലക്കല്ല് റോഡ് മുകളിലേക്ക് പോയിട്ട് അങ്ങനെയാണ് നമ്മൾ പോയിട്ടുണ്ടായത്. എനിക്ക് ശരിക്കും അറിയില്ല അങ്ങനെ അങ്ങോട്ടേക്ക് പോകേണ്ടത്. നമുക്ക് ഏകദേശം ഒരു 50 മിനിറ്റ് 1 മണിക്കൂറിൻ്റെ അടുത്ത് ദൂരം ഉണ്ടായിരുന്നു. വളരെ പ്രശസ്തവും വളരെ പ്രാചീനവുമായ കുടുംബൂർ പാലം. ഇത് എന്താണ് വെച്ചാൽ കുടുംബൂരിലുള്ള പാലം കൊണ്ട് ആയതുകൊണ്ടാണ് ഇതിന് കുടുംബൂർ പാലം എന്ന പേര്. I have a lot of knowledge. Yeah. Ooh, this is very big bench. Utan. നമ്മ കുഞ്ഞടമ്മേന്റെ ശാന്തടമ്മേന്റെ വീട്ടിലേക്ക് എത്താനായി. അവര് ഭയങ്കര എക്സൈറ്റഡ് ആണ് വീട്ടിൽ പോകാൻ വേണ്ടിട്ട്. നേരത്തെ ഉണ്ട് പറയുന്നത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഉണ്ട് പറയുന്നത് എത്താനായി ഇതുവരെ എത്തിയില്ല. കിട്ടിയ കിട്ടും. അപ്പൊ പോകുന്ന വൈക്കത്തില്ല കാഴ്ചയെല്ലാം കാണാൻ നല്ല പാങ്ങുണ്ടായിരുന്നു. ഒരു സൈഡിൽ ഫുള്ള് കുന്നും, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ താലോട്ട് വലിയ കുയ്യും. അത് നേരെ നോക്കുമ്പോൾ കുറേ കുന്നെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഒരു നല്ലൊരു
പ്രകൃതി രമണീയമായ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ കള്ളു കുടിക്കാൻ പോയിട്ടുണ്ടായത്. ഇനി അപ്പൊ കാണാം. അപ്പൊ അങ്ങനെ നമ്മൾ കുഞ്ഞുറമ്മനെ ശാന്തളമ്മനെ അവരെ വീടിന്റെ അവിടെ സ്റ്റോപ്പിന്റെ അടുത്തേക്ക് ആക്കി. നമ്മൾ റോഡ് സൈഡിലാക്കിയിട്ടുണ്ടായത്. അവർക്ക് ഇനിയും താഴോട്ടേക്ക് പോകാനുണ്ട്, കാരണം അങ്ങോട്ടേക്ക് വണ്ടി പോകില്ല. അപ്പൊ അവരവിടെ ആക്കിയിട്ട് പിന്നെ നമ്മൾ പിന്നെയും പോകാൻ തുടങ്ങി. ഞാൻ ഈ സ്ഥലമെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ഇത് ഏത് ടൗണെന്നൊന്നും പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് എനിക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു റാണിപുരം പോകുന്നത് ഇതേ റോഡിൽ കൂടിയിട്ട് പോകാൻ പറ്റും തോന്നുന്നു. ഒരു ടൗണ് നമുക്ക് മുകളിലോട്ടേക്ക് കയറാനുണ്ട്. അങ്ങനെ ആടുന്ന് കയറിയിട്ട് പിന്നെയും കുറച്ച് വീതി കുറഞ്ഞ വഴിയിലേക്ക് കൂടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടൊന്നും നല്ല കള്ള് കുടിക്കുന്നത്. പക്ഷെ എന്റെ എക്സൈറ്റ്മെന്റ് ഇതെല്ലാം കണ്ടാൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താ കള്ളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ടൊന്നും നല്ല കുടിക്കുന്നത്. ഞാൻ കുറേ പ്രാവശ്യം കുടിച്ചിട്ടുണ്ട്. പക്ഷെ കള്ള് ഷോപ്പിൽ പോയിട്ട് കുടിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. പിന്നെ കുട്ടി വച്ചു എന്തായാലും കുടിക്കില്ല. ഇത് ഞാൻ മാത്രമേ ഒരു കുടിയെത്തിയായിട്ടുള്ളൂ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മ ഇപ്പൊ സമയം ഒരു എത്ര മണിയായി, 3:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇറങ്ങിയിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറെല്ലാം കഴിഞ്ഞു. അപ്പൊ നമ്മളിപ്പോ പോവാൻ പോകുന്നത് മാലോത്തേക്കാണ്. കൊറേ നാളായി നമ്മ മാലവും പോണെന്ന് വിചാരിക്കുന്നത്. മാലോത്ത് എന്തില്ലെന്ന് ചോദിച്ചെങ്കില് നമ്മ കള്ളു ഷോപ്പിൽ പോകുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പൊ ഞാൻ കുടിക്കാറില്ല, പക്ഷെ എന്റെ കൂടെയുള്ളവർ കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു പോവാന്ന്. ഞാൻ കുടിക്കാറില്ല. എന്റെ വയറും എന്റെ വായും മാത്രമേ കുടിക്കാറുള്ളൂ. എന്റെ കൈയും വായും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ കാരണം കള്ളെന്റെ കയ്യിലെത്തുമ്പോ തന്നാലും അത് വായിലേക്ക് പോകുന്നതാണ്. അപ്പൊ ലാസ്റ്റ് ടൈം മുത്തെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഫുഡ് കിട്ടും, നല്ല മുന്തിരി കള്ളെല്ലാം കിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് ട്രൈ ചെയ്യണമല്ലോ. നാട്ടിൽ വന്നാൽ നമ്മ ഇതെല്ലാം ട്രൈ ചെയ്യണ്ടേ. അപ്പൊ നമ്മളങ്ങനെ ബാറ്ററി പല്ലിയും പാമ്പ് വരെ ഇട്ടിട്ടുണ്ടാവും ചിലപ്പോ. അങ്ങനെ പറയുന്നല്ല, ഞാൻ ജസ്റ്റ് പറയുന്നുണ്ട്, കിട്ടുന്നല്ല. അപ്പൊ കുട്ടു എങ്ങനെ കാര്യങ്ങളപ്പോ? നമ്മ പോന്ന വഴി കുറച്ച് ഫോറസ്റ്റ് ടൈപ്പ് റോഡാണ് കേട്ടോ. കണ്ടോ, ഭയങ്കര ഫോറസ്റ്റ്. കാരണം താഴെന്നും ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിൽ കാണിച്ച കുന്നിലേക്ക് ഇപ്പൊ നമ്മ എത്തി. ഇപ്പൊ മുത്ത് മുമ്പിൽ പോകുന്നുണ്ട്. മുത്തിന്റെ വണ്ടിയിൽ അഞ്ജനയും മീനും 2 അമ്മമാരും ഉണ്ട്. നമ്മള് 3 ഈ വണ്ടിയില്. അപ്പൊ നല്ല രസമുണ്ട് ഈ വഴിയിലേ പോവാൻ വേണ്ടിട്ട്. പക്ഷെ റോഡ് കുറച്ച് ചെറുതെന്നേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഈ റോഡിലേക്ക് കൂട്ടിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഇനിയും 10-15 മിനിറ്റ് ഉണ്ട്. നല്ല റോഡ്, പക്ഷെ റോഡിന് വീതി കുറവെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത്ര സ്പീഡിലൊന്നും പോകാൻ പറ്റൂല. പക്ഷെ അച്ചു സ്പീഡിൽ പോകുന്നുണ്ട്.
ഇവിടെല്ലാം കുറച്ച് ഷോപ്പെല്ലാം ഉണ്ട്. വയനാട് പോയി പഠിക്കുന്നു എനിക്ക് തോന്നില്ല. വയനാട് പോയില്ലേ? Oh my God, അച്ഛൻ വയനാട് കണ്ടിട്ടില്ല guys. അതുകൊണ്ട് നമ്മൾ വയനാട് പോകുന്നതാണ്. Yes, tomorrow we are going to വയനാട്. അപ്പൊ അച്ചു വയനാട് പോവാത്തോണ്ട് നമ്മൾ വിചാരിച്ചു അച്ചുവിനപ്പൊ വയനാട് കാണിക്കാന്ന്. അപ്പൊ നാളെ നമ്മൾ അങ്ങനെ പക്ഷെ സ്പോൺസർ ചെയ്യുന്നത് അച്ചു ആണ് കേട്ടോ. ഓന് അറിയുന്നുണ്ടോ? ഓൻ പോയിട്ടുണ്ടാവും. Continue on Malo, Kolonko, Marutham-Thadu, Kalacho Road for 1. അയ്യോ, so far so good. More far don't know. Oh my God, no space. Please fasten passenger seat belt. റോഡ് ചെറുതാണെങ്കിലും ഇങ്ങോട്ടേക്ക് കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഭയങ്കര റഷായി എത്തുമ്പോഴത്തേക്ക്. അയ്യോ, കൊലിങ്ങിട്ട് എന്റെ ഫോൺ വരെ ഷെയ്ക്കാവുന്നുണ്ട്. നോക്കൂ, my God, what a view. അച്ചു കുളിക്കാതെ വണ്ടി ഓടിക്കാൻ അല്ല, ഞാൻ പറഞ്ഞായിരുന്നു അച്ചു കുളിക്കാതെ ഓടിക്കാൻ വേണ്ടി. കുറച്ച് എന്റെ ഹസ്ബൻഡ് എന്നെ ഊക്കുന്നു ഗൈസ്. എനിക്ക് നീതി വേണം. Oh my God, Kutu's Chali again. Chali is on fire. നമ്മളെ ഓഫ് റോഡ് കഴിഞ്ഞു. ഇനിയിപ്പോ കുറച്ച് നല്ല റോഡ് കിട്ടി നമുക്ക്. 100 meters, turn left onto Malo Temple Choli Road. Okay. റാണിപുരം. അപ്പോൾ നമ്മൾ അങ്ങനെ ഓൾമോസ്റ്റ് എത്താനായി പറഞ്ഞാൽ ഓൾമോസ്റ്റ് എത്തി. അപ്പോഴേക്കും രണ്ട് സൈഡിലും ഫുള്ള് വണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ വണ്ടി പാർക്കാക്കാൻ വേറെ സ്ഥലവും ഉണ്ടായിരുന്നു. മൈ ഗോഡ്, നല്ല തിരക്കുണ്ട്. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടേ പോകും. അപ്പോൾ ഈ ഷോപ്പിന്റെ പുറത്ത് തന്നെ ഫുള്ള് കുറേ റൈറ്റിങ്സും കുറേ സിനിമേൻ്റെ ഡയലോഗും അല്ലെങ്കിൽ എഡിറ്റിന് അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അടുത്ത മെയിൻ മെനുവിൻ്റെ ലിസ്റ്റെല്ലാം പുറത്ത് വലിയൊരു ബാനറായിട്ട് ഒട്ടിച്ചിട്ടെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെന്ന് പറഞ്ഞെങ്കിൽ മെയിനായിട്ട് ഇവർക്ക് കിച്ചൺ ഉണ്ടായിരുന്നു. അവിടെയാണ് ഇവർ മെയിനായിട്ട് കുക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരു ചെറിയൊരു ഹട്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഫാമിലി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ പ്രൈവസി ഉണ്ടാവും അവിടെ നമുക്ക്. കാരണം ഓരോരോ കുടിൽ പോലെ ആയിട്ട് അതിൽ ഓരോരോ കുടിലിനുള്ളിൽ ഓരോരോ ഫാമിലി അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കാൻ പറ്റും നമുക്ക്. അല്ലാണ്ട് മറ്റേ ഹോട്ടലിലെല്ലാം പോലെ എല്ലാവരും ഒന്നിച്ച് അങ്ങനെയല്ല. ഒരു സ്മോൾ സ്പേസ് ഓരോരോ ടീമിന് അങ്ങനെ ഉണ്ട്. അതുകൊണ്ട് പ്രശ്നമില്ല നമുക്ക്. പുറത്ത് ആൾക്കാരും വണ്ടിയും കുറേ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉള്ളിൽ നമുക്ക് അത്ര തിരക്കൊന്നും അത്ര ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് അപ്പം തന്നെ സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന പാടന്നെ ഒരു ചേച്ചി നമ്മുടെ അടുത്ത് ഓർഡർ എടുക്കാൻ വന്നു. ഇത് നമ്മളെ ഓർഡർ പറഞ്ഞു. നമ്മൾ ആദ്യം തന്നെ മുന്തിരിക്കള്ളും പൈനാപ്പിൾ കള്ളും പിന്നെ നമ്മൾ സാധാരണ തെങ്ങിൻ്റെ കള്ളും നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ നമ്മളിൽ എല്ലാവരും കുടിക്കാത്തതുകൊണ്ട് നമുക്ക് എല്ലാ കള്ളും ഓരോരോ കുടം നിറച്ചും മതിയായിരുന്നു. കുറേ ആവശ്യം ഉണ്ടായില്ല. കാരണം
അപ്പോൾ തെങ്ങിൻ്റെ കള്ള് നമ്മൾ മുമ്പേ കുടിച്ചിട്ടുണ്ടെങ്കിലും മുന്തിരി കള്ളും പൈനാപ്പിൾ കള്ളും ഞാൻ ആദ്യമായിട്ടും ട്രൈ ചെയ്യുന്നത്. മൂന്നും ഒന്നിനൊന്ന് മെച്ചം ഗൈസ്. എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ മൂന്നും 2 ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മൂന്നും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. കുറേ കുടിക്കുമ്പോൾ നമുക്ക് വയറ് നല്ലോണം നിറയും. പക്ഷെ അതൊന്ന് മൈൻഡ് ആക്കണം, പിന്നെയും കുടിച്ചുകൊണ്ടിരിക്കണം. അതാണ് അതിൻ്റെ ഒരു ഇത്. അങ്ങനെയല്ല ഡൗൺലോഡ് ആക്കി 2 ഗ്ലാസ് ഒന്നല്ല. പുതിയ പെണ്ണിനെ കഴിച്ച് എന്തേച്ചു നീ വന്നിട്ട് കള്ളു കുടിക്കാൻ? ഞാൻ പച്ചയുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റവും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നെയ്പ്പത്താളിയാണ് മെയിനായിട്ട് അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെയ്പ്പത്താളിയും പിന്നെ അപ്പവും കപ്പയും മീൻകറിയും പിന്നെ ലാസ്റ്റ് നമ്മൾ വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നെയ്പ്പത്താളിയും അപ്പവും ചിക്കനും പോർക്കും ബീഫും നമുക്കൊന്നും മുയലുണ്ടായിരുന്നു, ഓർമ്മയില്ല. പിന്നെ കാടയിറച്ചി ഉണ്ടായിരുന്നു. പിന്നെ മീൻ വെറൈറ്റീസ് ആയിട്ട് നമ്മൾ ചെമ്മീനും പിന്നെ മത്തിക്കറിയും മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് മാത്രം നമ്മൾ മത്തിക്കറി നമ്മൾ കപ്പേൻ്റെ കൂടെ കഴിച്ചു. പിന്നെ ചെമ്മീൻ ഒരു റോസ്റ്റ് പോലെ ഉണ്ടായിരുന്നു. കുട്ടു ബീഫും പോർക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് ചിക്കൻ ഐറ്റംസ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആദ്യം തന്നെ കുറേ ഗ്ലാസ്സിൽ കള്ള് കുടിച്ചതുകൊണ്ട് എനിക്ക് നല്ലോണം അങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഈ കറി ഐറ്റംസ് ആണെങ്കിൽ തന്നെ ചെറിയ പ്ലേറ്റിൽ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ടാണ് ഇവർ തന്നിട്ടുണ്ടായത്. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഓർഡർ ആക്കാം അങ്ങനെ. പക്ഷെ നമ്മളെല്ലാം എല്ലാ ഐറ്റം ഓരോരു പ്ലേറ്റ് മാത്രമേ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മളതെല്ലാം ഷെയർ ചെയ്തിട്ട് എടുത്തു. നമുക്ക് എല്ലാവർക്കും കൂടി അത് മതിയായിരുന്നു. നമ്മൾ പിന്നെ എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട് ഒന്നും ഫുള്ളായിട്ട് നമുക്ക് വേണ്ടി ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. മതി അച്ചു കുടിച്ചിട്ടില്ല ഗൈസ്. അച്ചു പച്ചയാണ് കഴിച്ചത്. എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ വാവ് ആയിട്ടുണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാം നമുക്ക് നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മീൻകറി ആയതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് മീൻകറി നക്കി തിന്നു. കാരണം മീൻകറി മാത്രമേ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കളയാനും തോന്നിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് നക്കി തിന്നു വന്നിട്ടേന. ഇത്രയെല്ലാം നിന്നിട്ട് എൻ്റെ വയറ് പൊട്ടിപ്പോയിന് കഴിച്ചു. അതുകൊണ്ട് ബാക്കിയുള്ള കള്ളം എനിക്ക് കുടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്താക്കി അത് പാർസൽ എടുത്തു കുപ്പിയിലാക്കിയിട്ട് വീട്ടിൽ പോയിട്ട് കുടിക്കാമല്ലോ. പിന്നെ എക്സ്ട്രാ ആയിട്ട് നെയ്പ്പത്താളിയും ചിക്കനും എല്ലാം നമ്മൾ കുറച്ചും കൂടി പാർസൽ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിൽ അമ്മമ്മയും അച്ഛനും ഉണ്ട്. അപ്പം അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഫുഡ് പാർസൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വ്ളോഗിൻ്റെ ബാക്കി വിശേഷം ഞാൻ അടുത്ത വ്ളോഗിൽ ഇടുന്നതായിരിക്കും പാർട്ട് 2 ആയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പാർട്ട് 2 എന്തായാലും കാണാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ സീ യു. ബാക്കിയുള്ള കള്ള് കുപ്പിയിലാക്കി ആടി വരുന്ന അമ്മനി വെറുതെ പാലത്തിൽ വെള്ളമുണ്ട്, പാലത്തോട്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വളരെ വണ്ടർഫുൾ, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അമ്മ വന്ന് നമ്മളെ പ്ലാവിലായാലും എത്തിയിട്ടുണ്ട്. മീനുവിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. മീനു ചോദിക്കും അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാരും എന്റെ വീഡിയോ കാണണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്.